മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്തും. കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കി. മേളവും ആനയും ഒഴിവാക്കാതെ ആചാരപരമായ പൂരം നടത്തുമെന്ന് ദേവസ്വങ്ങൾ അറിയിച്ചു. 15 സെറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, അറൗണ്ട് 15 മിനിറ്റ്സ്, ഒരു 15 സെറ്റ് കുടകൾ മാറും. അത് സാധാരണ കുടകളായിരിക്കും. സ്പെഷ്യൽ കുടകളൊക്കെ ഉള്ളത് പാറമേക്കാവിൻ്റെ മുമ്പിൽ ചിലപ്പോൾ മാറ്റും. അത് കുടമാറ്റത്തിൻ്റെ ഭാഗമല്ല, അത് വെറും ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. അത് ഉച്ചയ്ക്കും രാത്രി എഴുന്നള്ളിപ്പോൾ LED കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പകല് കാണിക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ രാത്രി എഴുന്നള്ളിക്കുമ്പോൾ കാണിക്കും. 3 ദിവസത്തെ അനുശോചനം കഴിഞ്ഞാൽ ദീപാലങ്കാരം തുടങ്ങും. 26-ാം തീയതി കാലത്ത് മഠത്തിലേക്കുള്ള വരവ് മുതൽ 27-ാം തീയതി ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വെടിക്കെട്ടില്ലാതെ വളരെ ഭംഗിയായി കുടമാറ്റവും അതിൻ്റേതായ ചെറിയ രൂപത്തിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആചാരപരമായി കൊടിയിറങ്ങുന്നത് വരെയുള്ള എല്ലാ ചടങ്ങുകളും അതിൻ്റേതായ ഭംഗിയോടുകൂടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. യോഗ തീരുമാനങ്ങൾ ജില്ലാ കളക്ടർ വിശദീകരിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതിപ്പോൾ 1 മണിക്കൂർ എന്നൊക്കെയുള്ള കുടമാറ്റമാണ് 15 മിനിറ്റായി ചുരുക്കിയത്. സാധാരണ 55 സെറ്റ് കുടകളൊക്കെയാണ്. ഇത്തവണ അതെല്ലാം കുറച്ചിട്ടുണ്ട്. പക്ഷേ ആന എഴുന്നള്ളപ്പിന് മാറ്റമില്ല, മേളമുണ്ടാകും. അങ്ങനെ ഏത് തരത്തിലേക്കുള്ള മാറ്റങ്ങൾ ഇത്തവണ തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടാകുമെന്നാണ്. അതിൽ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കൃത്യമായ വിശദീകരണം കളക്ടർ ഭാഗത്തുനിന്ന് ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടില്ല. പക്ഷേ നമ്മൾ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കുടമാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ആ ചടങ്ങിന് കൃത്യമായ രീതിയിൽ ഒരു 5 മിനിറ്റ് എന്ന തരത്തിലേക്ക് 15 മിനിറ്റ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതുകൂടാതെ ഈ 15 സെറ്റ് കുടകൾ മാത്രമേ മാറ്റുകയുള്ളൂ. പക്ഷേ ഇരു വിഭാഗങ്ങളിലും ആന എഴുന്നള്ളിപ്പ് 15 വീതം ആനകൾ ഉണ്ടാകുമെന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൽ കുറവൊന്നും ഉണ്ടാകില്ല. കൂടാതെ 3 ദിവസത്തെ അനുശോചനത്തിന് ശേഷം മാത്രമേ വർണ്ണ വിസ്മയങ്ങൾ, ഈ പന്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതായത് അടുത്ത ദിവസം മുതൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചു. രാവിലെ പാറമേക്കാവ് വെടിക്കെട്ട് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അത് വേണ്ട, അതൊരു അനൗചിത്യമാണ് എന്ന തീരുമാനമാവുകയായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ കളക്ടർ ഒരു വാർത്താക്കുറിപ്പാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. വെടിക്കെട്ട് ഒഴിവാക്കിയിരിക്കുന്നു, ഒപ്പം കുടമാറ്റത്തിന്റെ സമയം ചുരുക്കിയിരിക്കുന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റമില്ലാതെ ഔദ്യോഗിക അറിയിപ്പ് കൂടി കളക്ടർ ഭാഗത്തുനിന്ന് വരാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.